യൂറോപ്യൻ രാജ്യങ്ങളിൽ വിപ്ലവം തീർത്ത ഫ്ലിക്സ് ബസ് സർവീസ് ഇന്ത്യയിലേക്ക് എത്തുകയാണ്. യാത്രക്കാർക്ക് ഏറെ സന്തോഷം നൽകിയാണ് അത് ഇന്ത്യയിലെത്തുന്നത്. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഫ്ലിക്സ് ബസ് ഇന്ന് 40 രാജ്യങ്ങളിലായി 5000-ഓളം സംസ്ഥാനങ്ങളിൽ 4 ലക്ഷത്തോളം റൂട്ടുകളിൽ സർവീസ് നടത്തുന്നുണ്ട്. ആഴ്ചകൾക്ക് മുമ്പാണ് ഫ്ലിക്സ് ബസ് ദക്ഷിണേന്ത്യയിലേക്ക് സർവീസ് വ്യാപിച്ചത്. ഇപ്പോഴിതാ ഫ്ലിക്സ് ബസ് കേരളത്തിലെങ്ങും എത്തുമെന്ന് റിപ്പോർട്ട് വരികയാണ്. ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് ഈ വർഷാവസാനം കേരളത്തിലേക്കുള്ള സേവനങ്ങൾ ഫ്ലിക്സ് ബസ് ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൊച്ചി, ആലപ്പുഴ എന്നിവിടങ്ങളിൽ നിന്നും ബാംഗ്ലൂർ നഗരത്തേക്ക് ലക്ഷ്യമായായിരിക്കും ആദ്യ സർവീസ് നടത്തുന്നത്. 2 റൂട്ടുകളിലായി 4 ബസ്സുകളാണ് കമ്പനി സംസ്ഥാനത്ത് പ്രവർത്തനം ആരംഭിക്കുന്നത്. ബാംഗ്ലൂർ ടു കൊച്ചി, ബാംഗ്ലൂർ ടു ആലപ്പുഴ എന്നിവയായിരിക്കും റൂട്ടുകൾ. ഫ്ലിക്സ് ബസ് സർവീസ് ആരംഭിക്കുന്നതോടെ കുറഞ്ഞ ചിലവിൽ ഇനി ബാംഗ്ലൂർ യാത്ര സാധ്യമാകും. നിലവിൽ സ്വകാര്യ ബസ്സുകൾ ഈ റൂട്ടിൽ കഴുത്തുറപ്പൻ നിരക്കാണ് ഈടാക്കുന്നത്. കൊച്ചി, ആലപ്പുഴ, തൃശൂർ, പാലക്കാട് തുടങ്ങിയ പ്രധാന നഗരങ്ങളിലായിരിക്കും കമ്പനിയുടെ പ്രാഥമിക ശ്രദ്ധയെന്ന് വിപുലീകരണത്തെക്കുറിച്ച് സംസാരിച്ച ഫ്ലിക്സ് ബസ് ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടർ സൂര്യ ഖുറാന പറഞ്ഞു. ഔദ്യോഗികരമായ കരാറുകളൊന്നും ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും പങ്കാളിത്തം രൂപീകരിക്കുന്നതിനായി ഫ്ലിക്സ് ബസ് നിലവിൽ നിരവധി പ്രാദേശിക ബസ് ഓപ്പറേറ്റർമാരുമായി ചർച്ചകൾ നടത്തിവരികയാണ്. സർവീസ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട പ്രൊമോഷനുകളൊന്നും ഉണ്ടാവില്ലെന്നും തുടക്കം മുതൽ യാത്രക്കാരെ ആകർഷിക്കുന്നതിനായി മത്സരധാഷ്ഠിത നിരക്കുകൾ നിലനിർത്താനാണ് കമ്പനി ലക്ഷ്യമിടുന്നതെന്നും ഖുറാന വ്യക്തമാക്കി. ദക്ഷിണേന്ത്യയിലേക്ക് ബാംഗ്ലൂരിൽ നടന്ന ഫ്ളാഗ് ഓഫ് ചടങ്ങിനെ ദക്ഷിണേന്ത്യയിലുടനീളമുള്ള 33 നഗരങ്ങളെ ബന്ധിപ്പിച്ച് കമ്പനി 6 പുതിയ റൂട്ടുകൾ അവതരിപ്പിച്ചിരുന്നു. 101 നഗരങ്ങളിലായി 200 റൂട്ടുകളിലാണ് ഫ്ലിക്സ് ബസ് സർവീസ് നടത്തുന്നത്. ദക്ഷിണേന്ത്യയിലേക്ക് പുതിയ റൂട്ടുകൾ പ്രഖ്യാപിച്ചതോടെ കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നാഴികക്കല്ലായി ഇത് മാറി. ബാംഗ്ലൂരിൽ നിന്ന് ചെന്നൈ, ഹൈദരാബാദ്, കോയമ്പത്തൂർ എന്നിവിടങ്ങളിലേക്കുള്ള ഉദ്ഘാടന റൂട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കമ്പനിയുടെ ലോഞ്ചിന്റെ അടിസ്ഥാനത്തിൽ 99 രൂപ നിരക്കിൽ പരിമിതകാല പ്രൊമോഷൻ ടിക്കറ്റുകൾ വാഗ്ദാനം ചെയ്തിരുന്നു. സെപ്റ്റംബർ 3 മുതൽ 15 വരെ നീണ്ടുനിന്ന ഓഫർ ജനകീയ ശ്രദ്ധ ആകർഷിച്ചു. ദക്ഷിണേന്ത്യയിൽ വിന്യസിച്ചിരിക്കുന്ന ബസ്സുകൾ BS6 എനിമേഷൻ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ട്. ഇത് മലിനീകരണം ഗണ്യമായി കുറയ്ക്കുന്നു. ABS, EC, 2-point സീറ്റ് ബെൽറ്റുകൾ എന്നിവ സജ്ജീകരിച്ചിരിക്കുന്ന ഈ ബസ്സുകൾ യാത്രക്കാർക്ക് ഉയർന്ന സുരക്ഷയും സൗകര്യവും ഉറപ്പുവരുത്തുന്നു.